ഇപ്പോഴെന്തായാലും കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ സമാധാനപരം, അല്ലെങ്കിൽ നേരത്തെ പോലെയല്ല. ആശുപത്രിയിലൊക്കെ ആളുകളെത്തി, ഡോക്ടർമാരൊക്കെ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ പല ആശുപത്രികളിൽ നിന്നായി ഡോക്ടർമാരെ ഈ ആശുപത്രികളിലേക്ക് വിന്യസിക്കുകയും ചെയ്തിരുന്നു. കെ.ബി. ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, എങ്ങനെയാണ് ഈ ഡോക്ടർമാരൊക്കെ എവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ടോ? ഇനി ചികിത്സയിൽ ആളുകൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിൽ എന്തെങ്കിലും അപര്യാപ്തതയുണ്ടോ? വിദഗ്ധ സംഘം, ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഡിണ്ടിഗൽ, സേലം തുടങ്ങിയ നാമക്കൽ തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കരൂർ മെഡിക്കൽ കോളേജ്, കരൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. അതായത് മതിയായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതായത് പരമാവധി ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി എടുത്താൽ, നമ്മൾ നേരത്തെ വിജയുടെ കാര്യം പറഞ്ഞു. വിജയ് എത്ര നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത്. ഇപ്പോൾ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ, അല്പസമയം മുൻപ് കണ്ട ദൃശ്യങ്ങൾ കരൂർ MP ആയിട്ടുള്ള ജ്യോതിമണിയുടേതാണ്. കോൺഗ്രസിൻ്റെ MP ആണ്. അവർ ചെന്നൈയിൽ നിന്നാണെന്ന് തോന്നുന്നു. ചെന്നൈ വിമാനത്താവളത്തിലേക്ക് അവർ കാറിറങ്ങി ഓടുന്നതും പെട്ടെന്ന് തന്നെ അവർ അകത്തേക്ക് ഈ ടിക്കറ്റ് കാണിച്ച് ഓടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് സാധാരണ ജനപ്രതികൾക്ക്, നേതാക്കൾക്ക്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് ഇത് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ. അവരെ ഏത് പാർട്ടിയാവട്ടെ, ഏത് രാഷ്ട്രീയമാവട്ടെ, ഇങ്ങനെ പ്രവർത്തിക്കാൻ, പ്രതികരിക്കാൻ ആവുകയുള്ളൂ. എത്രയും പെട്ടെന്ന് തൻ്റെ വോട്ടർമാർക്കിടയിലേക്ക് എത്തുക, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കിടയിലേക്ക് എത്തുക എന്ന് മാത്രമേ അവർക്ക് ചിന്തിക്കാനാവൂ. ആ ഒരു കാര്യമാണ് ഇപ്പോൾ ജ്യോതിമണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും മറ്റ് നടപടികളൊക്കെ ആശുപത്രി കേന്ദ്രീകരിച്ച്, അമരാവതി ആശുപത്രി, അതുപോലെ തന്നെ കരൂർ ഗവൺമെൻറ് ആശുപത്രി, ഇവിടങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് ചികിത്സ ഉറപ്പാക്കുന്നതിനുള്ള നടപടികളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരുക്കിയത്. ഏതായാലും വിദഗ്ധ ചികിത്സ വേണ്ട ആളുകളെ പരമാവധി സൗകര്യങ്ങളുള്ള സേലത്തോ അല്ലെങ്കിൽ ഡിണ്ടിഗലിലോ, വേണമെങ്കിൽ ചെന്നൈയിലേക്കോ എത്തിക്കാനുള്ള നടപടികളും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ചികിത്സയിലുള്ള ചില ആളുകൾ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ആശുപത്രിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ, അതായത് പുലർച്ചയോടുകൂടി തന്നെ, 1 മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കരൂരിലേക്ക് തിരിക്കും. നാളെ രാവിലെ 6 മണിക്ക് ഉദയനിധി സ്റ്റാലിൻ കരൂരിലെത്തും. എടപ്പാടി പളനിസ്വാമി കരൂരിലേക്ക് എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി L. മുരുകൻ ഇതിനോടകം തന്നെ ഈ സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. DMK പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ, CPM പ്രവർത്തകർ, ഇവിടെയൊക്കെ ഒരു വളണ്ടിയർമാരായിട്ട് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇത്രയധികം മനുഷ്യർ ഒന്നുചേർന്നാണ് ഈ ആളുകളെല്ലാം തന്നെ, അപകടത്തിൽ പരിക്കേറ്റ ആളുകളെയൊക്കെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഏതായാലും ആശുപത്രിയിലേക്ക് ആളുകളെ എത്തിക്കാൻ വൈകിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല സ്ഥിതി. ഇത് തന്നെ നമുക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത നടുക്കം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. 38 പേരുടെ ജീവനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തിയ ഒരു പ്രകടനത്തിന്, അല്ലെങ്കിൽ റോഡ് ഷോയ്ക്ക് വന്ന് 38 ജീവനുകളാണ് പൊലിഞ്ഞത്. അതിൽ 8 കുരുന്നുകളുണ്ട്, 18 സ്ത്രീകളുണ്ട്. ഇങ്ങനെ 38 ജീവനുകൾ പൊലിഞ്ഞു.